അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇൻഷാ അല്ലാഹ് നോമ്പിന്റെ അവസാനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഈ സമയത്ത് നാം ചിന്തിക്കേണ്ട ഒരു ചിന്ത, നാം നിർവഹിച്ചിട്ടുള്ള നന്മകൾ അത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ എന്താണ് നാം ചെയ്യേണ്ടത്? അത്തർല അലി നഫ്സിക യാ അബ്ദല്ലാഹ് അൻ തകൂന മിനൽ മുഫ്ലിസീൻ. ഒരു പാപ്പരായ മനുഷ്യനാകാൻ ഒരാളും ആഗ്രഹിക്കുന്നില്ല. ആരാണ് പാപ്പരായ മനുഷ്യൻ? മൻ ഹുരിമ അജ്റ സിയാമിഹി വ ഖിയാമിഹി. നമസ്കാരത്തിന്റെയും നോമ്പിന്റെയും പ്രതിഫലം നഷ്ടപ്പെടുന്ന ആളുകൾ, അതാണ് യഥാർത്ഥ പാപ്പരാകുക എന്ന് പറഞ്ഞാൽ. ആ പാപ്പരാകുന്നതിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ നിവേദനം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതദറൂന മൽ മുഫ്ലിസ്. ആരാണ് പാപ്പരായവൻ നിങ്ങൾക്ക് അറിയാമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. ഖാലു, സഹാബത്ത് പറഞ്ഞു, അൽ മുഫ്ലിസു ഫീനാ മൻ ലാ ദിർഹമ ലഹു വലാ മതാ. ഒരു പണവുമില്ലാത്ത, ഒരു ദിനാറോ ദിർഹമോ ഇല്ലാത്ത ഒരു മനുഷ്യനാണ് മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ മുഫ്ലിസ മിൻ ഉമ്മത്തി. എന്റെ ഉമ്മത്തിലുള്ള പാപ്പരായവൻ യഅതി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ബിസലാത്തിൻ വസിയാമിൻ വസകാത്ത്. അവൻ സകാത്ത് കൊടുത്തിട്ടുണ്ടാവും, നോമ്പ് നോറ്റിട്ടുണ്ടാവും, നമസ്കരിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ ആയിട്ടും ഖിയാമത്ത് നാളിൽ വരും. വയഅതി ഖദ് ശതമ ഹാദ, ഇന്നാളെ ചീത്ത പറഞ്ഞിട്ടുണ്ട്, ഇന്നാളെ ഏഷണി പറഞ്ഞിട്ടുണ്ട്. വാക്കലമാലഹാദ, ഇന്നാളുടെ സമ്പത്ത് അന്യായമായി ഭക്ഷിച്ചിട്ടുണ്ട്. വസഫക ദമഹാദ, മറ്റൊരു മനുഷ്യന്റെ രക്തം ചിന്തിയിട്ടുണ്ട്. വളറബഹാദ, മറ്റൊരാളെ അടിച്ചിട്ടുണ്ട്. ഫയുഅതാഹാദ മിൻ ഹസനാത്തിഹി. അങ്ങനെ ആർക്കെല്ലാം ഇവന്റെ ഉപദ്രവം ഏൽപ്പിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ ഇവന്റെ നന്മകൾ അള്ളാഹു എടുത്തു കൊടുക്കും. വാഹാദ മിൻ ഹസനാത്തിഹി ഫഇൻ ഫുനിയത് ഹസനാതുഹു. അങ്ങനെ അവന്റെ നന്മകൾ തീർന്നാൽ, അവന്റെ ബാധ്യതകൾ നിർവഹിക്കുന്നതിന് മുമ്പ് നന്മകൾ തീർന്നാൽ, ഉഖിദ മിൻ ഖതായാഹും, അവരുടെ തിന്മകൾ ഇവനിലേക്ക് ചേർക്കപ്പെടും. അങ്ങനെ സുമ്മ തുരിഹ ഫിന്നാർ, അങ്ങനെ അവൻ നരകത്തിൽ എറിയപ്പെടും. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു ഹദീസാണ്. നാം ചെയ്ത നന്മകളും പുണ്യങ്ങളൊക്കെ നഷ്ടപ്പെടുന്ന രൂപത്തിൽ ഏഷണിയും പരദൂഷണവും മറ്റുള്ളവരെ ഉപദ്രവിക്കലുമായി കഴിയുന്ന ആളുകൾ, അത് നോമ്പ് കഴിഞ്ഞാൽ ആ പ്രവർത്തനങ്ങളൊക്കെ പുനരാരംഭിക്കുന്ന ആളുകൾ, അവർ സൂക്ഷിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാം ഇത്തരം തിന്മകളിൽ നിന്ന് സംരക്ഷിക്കുമാറാകട്ടെ. ജസാക്കുമുല്ലാഹ്.